എന്താ തരേണ്ടത്? 210 കിലോമീറ്ററായി. കണക്ക് പോലെ തന്നാ മതി. നിങ്ങൾ ദിവസം കണക്കിൽ വണ്ടി ഓടിക്കില്ല? ഓ, എനിക്ക് പോകുന്നവരൊരു വണ്ടി വേണല്ലോ. അപ്പോ എനിക്കൊരു വണ്ടി വേണല്ലോ. ഞാൻ നിന്നോളാം. എന്താ അതിന്റെയൊക്കെ കണക്ക്? നേരത്തെ പറയണം. അവസാനം വായിൽ തോന്നിയത് എന്തും പറഞ്ഞാൽ എടുത്തു തരുന്ന മണ്ടൻ ദുബായിക്കാരനല്ല ഞാൻ. അതാ ഇവിടുത്തെ ടാക്സിക്കാരുടെയൊക്കെ ഇടപാട്. ഞാൻ അങ്ങനത്തെ ടാക്സിക്കാരനല്ല. അതല്ല, നിങ്ങൾക്കിടയ്ക്ക് വീട്ടിൽ പോകേണ്ടി വരും. എന്റെ യാത്രയും പരിപാടികളും എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത വല്ല ചെറുപ്പക്കാരെയും വണ്ടി ഉണ്ടെങ്കിൽ. എനിക്ക് പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല സാർ. ഞാൻ മതിയെങ്കിൽ നിൽക്കാം. സ്വന്തം വണ്ടിയാണോ? ഇനിയും കുറെ അളവുണ്ട്. പെട്രോളിന് വില കൂടിയപ്പോ ഓട്ടം കുറവാ. എങ്കിൽ നിന്നോളൂ, ഞാൻ തനിച്ചേ ഉള്ളൂ. താൻ കണ്ടുപിടിച്ച പയ്യന് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാമോ? അറിയുന്ന പറഞ്ഞത് സാർ. ഞാനും സഹായിച്ചോളാം ഇവിടെ ഉള്ളപ്പോ. അച്യുതൻ നായരുടെ സ്വദേശം എവിടെയാണ്? തൃശ്ശൂരിനടുത്താ. അകത്ത് വരുന്നില്ലേ? നല്ല നേരം നോക്കണ്ടേ? എന്തൊക്കെയോ ഒരു കണക്കുണ്ടല്ലോ, വേണേ കൂട്ടി നോക്കിയോളെ. പല കണക്ക് കൂട്ടലും പിഴച്ചിട്ടുണ്ട്. അബുവാ, കൊള്ളാം. റോഡിനുള്ള സ്ഥലം പിന്നീടാണ് കിട്ടിയത്. ആദ്യം കല്ലും മരമൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുവരാനായിരുന്നു പാട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? വണ്ടി എടുത്തു. എന്തിന്? മെയിൻ റോഡിൽ ഇറങ്ങി കിഴക്കോട്ട് പോകുന്ന ഏത് ബസ്സും കൈ കാണിച്ചാൽ മതി. 30 പൈസ. ഇപ്പൊ വണ്ടി ഉണ്ടല്ലോ, അതിൽ പോ. അതൊരു ദുശീലാവും. പിന്നെ മമ്മൂക്ക ഉപദേശിച്ച് നിന്നെയും ഒരു ചെറിയ തത്വജ്ഞാനി ആക്കിയിട്ടുണ്ടല്ലേ? ഇനി എപ്പോ വരും? ചെക്കനെ വിട്ടാ മതി. 1 മണിക്കൂറിലാണ് ഞാനിവിടെ ഹാജരാകും. ഇത് എവിടെയാ വെക്കേണ്ടയാവോ? എന്താ? നമ്മുടെ കുറുപ്പിന്റെ വീട്ടിൽ നിന്നാ. ഇവിടെ വെയ്പ്പ് തുടങ്ങണവരെ അവിടെ നിന്ന് വേണ്ടതൊക്കെ ഇങ്ങോട്ട് അയക്കും. ഊണ് കഴിഞ്ഞ് ഇത്തിരി വിശ്രമിക്കുമ്പോഴേക്കും കുറുപ്പെത്തും. അപ്പുണ്ണി ഇപ്പോ കുറുപ്പിന്റെ കാര്യസ്ഥനായി അല്ലേ? പുത്തങ്കളത്തില് കാര്യസ്ഥന്മാർക്കുള്ള പണിയില്ല. മേലെപ്പരയില് പറമ്പും ഇല്ല, നിലവും ഇല്ല. മാധവൻകുട്ടി എവിടെ ഉണ്ട് ഇപ്പോ? ഇപ്പൊ ശരിക്ക് പറഞ്ഞ അറുമുഖന്റെ റാക്ക് ഷാപ്പിലുണ്ടാവും. ഇത് എവിടെയാ വെക്കേണ്ടയാവോ? ഇവിടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ട്. നാണു, കൊണ്ടുവന്ന സ്ഥിതിക്ക് തിരിച്ചയക്കുന്നില്ല. നാട്ടു നടപ്പനുസരിച്ച് ഇനി ഇതിവിടെ വേണ്ട. ഇത് വാങ്ങി വെക്ക്, എന്നിട്ട് പാത്രം കഴുകി കൊടുക്കും. ഫോറിൻ സിഗരറ്റ് ആവും. വേണോ? എടുത്തോ. ലീവ് എത്ര ഉണ്ടാവോ? ആവശ്യത്തിനുണ്ട്. ഞാനിവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ആവോ? ഒന്നുമില്ല. വന്ന് കരയതല്ലേ ഉള്ളൂ. മൂപ്പരൽപ്പം വിശ്രമിക്കട്ടെ. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? കമ്പി വരും, എന്നിട്ട് തീരുമാനിച്ചു. കഴിക്കാൻ എടുത്തു വെക്കട്ടെ? ആരാ പുറത്ത്? ആരൊക്കെ ഉണ്ട്? എന്താ? പറഞ്ഞു വന്ന നമ്മളൊക്കെ ഒറ്റ കുടുംബ. കുട്ടിക്കാലത്ത് എന്റെ മിറ്റത്തൂടെ സ്കൂളിൽ പോയത് ഓർമ്മയുണ്ട? എന്നെ ഓർമ്മയില്ലേ? ഞാൻ കാവിലെ കുട്ടികൃഷ്ണകുറുപ്പിന്റെ. എല്ലാവരെയും ഓർമ്മയുണ്ട്. എല്ലാവരും എന്നെ ലാളിച്ചവരാണ്, ഓമനിച്ചവരാണ്. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. അല്പം സമയം കൂടി തരണം ഓർമ്മ പുതുക്കാൻ. ഗതിയില്ലാതെ നടന്നിരുന്ന ചെക്കന്മാരുടെ സ്ഥിതി എന്താ? എന്റെ അനിയനെ ഒന്ന് അക്കരെ എത്തിക്കണം. അതിന് വല്ല സഹായം ചെയ്യാവോ? എന്തോ? മൂപ്പരുടെ സ്വന്തം വണ്ടിയാ? തൽക്കാലം മൂപ്പരുടെ സ്വന്തം. എന്തേ? വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ളവരാ. ഓഹോ, ഞാൻ ഇന്നാട്ടുകാരനല്ല. പുറത്തെ സംഘം പോയില്ലേ? പോയി. അച്യുതൻ നായർ കഴിച്ചോളൂ. എന്നിട്ട് വിശ്രമിച്ചു. വിളിക്കണ്ട.
ഒരു യാത്ര കഴിച്ച് വരില്ലേ, ഞാൻ എവിടെ ഇരുന്നോളാം. അയാൾ അവിടെ അകത്ത് കയറി ഇരിക്കുകയാണ്. ആ കുറുപ്പ് ഇരിക്കട്ടെ. അവിടെ ഇരിക്കുന്ന ആ കുപ്പി, ശരി. 2 ഗ്ലാസ്, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ വിളിക്കുമ്പോ കൊണ്ടുവരണം. ഓ, ആ, അയ്യോ, വിളിക്കണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. ഇരിക്കൂ. പിന്നെ നാട്ടിലെ വിവരമൊക്കെ അറിഞ്ഞു കാണും. കുറച്ചൊക്കെ. പുത്തൻകളത്തിലെ സ്ഥിതിയൊക്കെ മോശ. കുടിയിരിപ്പുകാർക്ക് 10 സെന്റ് വെച്ച് കൊടുത്തപ്പോ പിന്നെ എന്താ ബാക്കി? കുറെയൊക്കെ വിറ്റു. എന്നാലും മാധവൻകുട്ടിയെ പോലെ തർപ്പണം വെച്ചില്ല ഗോപി. അത് പറയണല്ലോ. വിറ്റത് കുറേശ്ശെ കുറുപ്പിന്റെ കയ്യിലെത്തി അല്ലേ? എന്റെ കണ്ട മാപ്പിളാരുടെ കയ്യപ്പോളാന്ന് വെച്ച് ഞാൻ നുള്ളി നുറുമ്പി തിരിസംഖ്യ ഒപ്പിച്ചു കൊടുത്ത് ചില കഷ്ണങ്ങളൊക്കെ വാങ്ങി. അമ്പലത്തിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. നാണോ? ആ, പിന്നെ ആ, സുഹൃതക്ഷയം. അല്ലാതെ എന്തു പറയാൻ. തലയ്ക്ക് സുഖമില്ലാത്ത തന്തയെ കൊണ്ട് മരുമക്കള് പലതിലും ഒപ്പിടിച്ചു. വിധിയാവുന്നത് വരെ കമ്മീഷന്റെ കയ്യിലാ കണ്ണായ പറമ്പുകളൊക്കെ. ഫുഡിട്ട് അധിക നേരമായില്ല. ഇതെപ്പോഴും ആവാം. ഫോറിനാവും. ഇവിടെയും കിട്ടും. കുപ്പിക്ക് 100-300 റുപ്യാവും. 300? എന്റെ ദൈവമേ. കുടിക്കണം. ഗോപി പ്രത്യേകം അന്വേഷിച്ചു. ഞാൻ ചെന്ന് വിവരം പറഞ്ഞു. തൃശ്ശൂർക്ക് പോകുമ്പോ ഞാൻ ശീമത്തരം ചിലതൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു സാധനം തന്നെ. ഉദ്യോഗോ അതോ സ്വന്തം ബിസിനസ്? ചെറിയ ജോലിയുണ്ട്. ആ, കുടിക്കൂ. ഒരു കുപ്പി റാക്ക് നിന്നനിപ്പി കുടിക്കുന്ന ആളാന്നുള്ള പേര് പണ്ടേ കുറുപ്പിനുണ്ടല്ലോ. അല്ല, എന്റെ പേരിൽ. കുടിക്കൂ. ഇന്ന് കുറുപ്പിന്റെ ദിവസമാവട്ടെ. ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും. എണീക്കൂ. എണീറ്റ് നിൽക്കാൻ. കുറുപ്പേ, ഓർമ്മിച്ച് പറയണം. എന്നെ നോക്ക്. പണ്ടൊരു മാല കെട്ട കേസില്ലേ, കുളക്കടവിലെ മാല. അതിനെന്താ വില? അതിപ്പോ കുറുപ്പിനെ ഞാൻ ഏൽപ്പിക്കാം. അത് പിന്നെ കിട്ടി. തോട്ടത്തിലെ വഴിയിൽ വീണ് കിടക്കുന്നത് പണിക്കാരത്തി കണ്ടു. വെറുതെ രാജന്റെ പേരിൽ. വീട്ടിൽ എല്ലാവരും ഇല്ലേ? അച്ഛനും അമ്മയും മരിച്ചു. ഓഹോ. ഏട്ടൻ പാടത്ത് പണിക്ക് പോകും. നീ എന്തേ പഠിക്കാനൊന്നും പോയില്ല? 7 വരെ. അപ്പോഴാ അച്ഛൻ മരിച്ചത്. അച്ഛന് കോടതിയിൽ ശിപ്പായി പണിയായിരുന്നു. കുറുപ്പേ, പാടത്ത് വെച്ച് കുറുപ്പ് ഒരു ചെറുമനെ ഇടിച്ച കഥ കേട്ടിട്ടുണ്ട്. എടുത്തോണ്ട് പോകുമ്പോ ചാളയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു ഇല്ലേ? ഇപ്പോഴും ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ല അല്ലേ? ഈ കൈയുണ്ടോ? ഞാൻ കമ്പി വളച്ചിട്ടുണ്ട്, ഇഷ്ടിക ചുമന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞതിനൊക്കെ മാപ്പ് തന്നു എന്ന് ഇവിടുന്ന് പറഞ്ഞാലേ കുറുപ്പ് ഇവിടുന്ന് പോകും. പറയേണ്ടത് നന്ദിയാണ്. അച്ഛനാരെ, ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ. അയ്യോ, ഞാൻ ഈ നിലയിൽ ചെന്നാൽ നാരായണി. അത് പറ്റില്ല. ക്ഷണിച്ചവർക്കൊരു ചുമതലയുണ്ടല്ലോ. പോണം. വണ്ടി എടുത്തോളൂ. വീട്ടിൽ വേണ്ടെങ്കിൽ അങ്ങാടിയിൽ വിട്ടോളൂ. എനിക്കകത്ത് വരാൻ തമ്പുരാന്റെ ശ്രമം ഉണ്ടാവും. വരണം. ഞാനാണ് മാധവൻകുട്ടി. അറിയാം. അകത്ത് വരണം. ഞാൻ അല്പം കഴിച്ചിട്ടുണ്ട്. ഞാനും. പറമ്പും നിലവും പോയാലും ഞാൻ ഇപ്പോഴും മേലെ പറമ്പിലെ മാധവൻകുട്ടി തന്നെയാണ്. എന്നെ തരാൻ ഇവിടെ ഒരു മുതലാളിമാരും വളർന്നിട്ടില്ല. മാധവൻകുട്ടി, ഒന്നുകിൽ അകത്ത് വാ, അല്ലെങ്കിൽ വീട്ടിൽ പോ.
എന്നാ നീ കൽപ്പിക്കണം നിങ്ങൾ ദയവായി ഇയാളെ വീട്ടിൽ കൊണ്ടുപോയാക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അതിന് വിരോധമില്ല. ബോധമുള്ളപ്പോ വന്നോട്ടെ. നിവർന്നു നിൽക്കാൻ കഴിയുന്ന നേരത്ത് വന്നാൽ നമുക്ക് നോക്കാം മാധവൻകുട്ടി. എന്താ മേനോനെ വരാൻ വരാൻ ഇരിക്കൂ. ഏട്ടൻ അങ്ങോട്ട് പോകുന്നു പറഞ്ഞാണ് ഇറങ്ങിയത്. ബംഗ്ലാവിൽ വന്നില്ലേ? ബംഗ്ലാവ്? ഇവിടങ്ങളിൽ അതിന് രാജന്റെ ബംഗ്ലാവ് എന്നാ പറയാറ്. ബംഗ്ലാവ് അതൊരു ചെറിയ വീടാണ്, അത്രക്കേ ആവശ്യമുള്ളൂ. കയറിയിരിക്കൂ. ഇങ്ങോട്ടിരിക്കാമല്ലോ. ഓ, ഇവിടെ മതി. ചാരുവടി പൊളിഞ്ഞിരിക്കുന്നു, മുണ്ട് കീറണ്ട. പക്ഷേ തൂണുകൾക്കൊന്നും ക്ഷീണം പറ്റിയിട്ടില്ല. ഈ തൂണിന് പ്രത്യേകിച്ച്. ഒരു വ്യത്യാസവും ഇല്ല. 2 ദിവസമായി നാമജപം തുടങ്ങിയിട്ട്. കഥകളിപ്പദം തുടങ്ങിയ പിന്നെ അത് തന്നെയായി കുറച്ച് ദിവസം. ചിലപ്പോ മാസങ്ങളോളം മിണ്ടാതിരിക്കും. ഇരിക്കൂട്ടോ, വല്യമ്മ വിളിക്കുന്നു. ഇപ്പൊ വരാം.